ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വിശേഷം കണ്ടാലോ. അപ്പോൾ ഇന്ന് ബുധനാഴ്ചയാണ്. അപ്പോൾ ബുധനാഴ്ചത്തെ വീഡിയോ ഞാൻ താമസിച്ചാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പം നമുക്ക് വിശേഷം കാണാം. ഇപ്പോൾ രാവിലെ എണീറ്റ് കുളിച്ച് വന്നിട്ട് ഞാൻ കാപ്പിയൊക്കെ വെച്ചു. പിന്നെ ചോറ് കൊണ്ടുപോകണം രാവിലെ. അപ്പോൾ സാമ്പാറിനുള്ളത് ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. സാമ്പാറാണ്. അപ്പോൾ ഇന്ന് സാമ്പാർ മതി എന്ന് പറഞ്ഞു. അങ്ങനെ കുറച്ച് കഷ്ണം ഇട്ട് ഞാൻ വേഗം സാമ്പാറിന് അരിഞ്ഞ് കുക്കറിലോട്ട് വെച്ചു. അതിൻ്റെ ഇടയ്ക്ക് തീയും കത്തിക്കാനും പോകണം, ഇതും നോക്കണം. എല്ലാം കൂടെ രാവിലെ പാടാണ്. അങ്ങനെ മഴയില്ലാണ്ട് വിറകൊന്നും ശരിക്ക് കത്താത്ത കാരണം ഇത്തിരി പാടാണ്. മഴക്കാലമായാൽ തന്നെ പിന്നെ പറയണ്ട, ഇങ്ങനെ തീ ഊതിയിരിക്കണം. അതൊരു വലിയൊരു പണിയാണ്. മണ്ണെണ്ണയുമില്ല, നമുക്ക് അളവിനൊക്കെയല്ലേ കിട്ടത്തുള്ളൂ. അപ്പോൾ എല്ലാം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വേണം കത്തിക്കാനൊക്കെ. ഒരു വിധത്തിൽ ഞാൻ അടുപ്പ് കത്തിച്ചെടുത്തു. അപ്പോഴത്തേനും ഞാൻ കഷ്ണം അരിഞ്ഞ് കുക്കറിൽ വിട്ടു. പിള്ളേരെ വിളിക്കണം. 6:45 എഴുന്നേൽക്കുന്നത്. വേറൊന്നുമല്ല, ഇന്ന് വെനസ്ഡേ ആയതുകൊണ്ട് ഈ ഹൗസ് ഡ്രസ്സാണ്. സാധാരണ നോർമൽ ഡേയ്സിലെ പോലെ മറ്റ് യൂണിഫോം, പാൻറ്റും ഷർട്ടും ഇതൊക്കെ ഇട്ട് ഒക്കെ വരുമ്പോഴത്തേന് ഒരുപാട് ലേറ്റാകും. അങ്ങനെ ഞാൻ വെനസ്ഡേ ദിവസങ്ങളെല്ലാം കുറച്ച് നേരം കൂടെ കിടന്നോട്ടെ എന്നും കൊണ്ട് 6:45 കഴിയുമ്പോഴാണ് ഞാൻ വിളിക്കുന്നത്. അപ്പോഴത്തേന് എൻ്റെ പണി ഏകദേശം ആകും. വെള്ളമൊക്കെ ചൂടായി വരും. പിന്നെ നേരത്തെയൊക്കെ ആകുമ്പോൾ ചിനിമോളും കൂടെ എഴുന്നേറ്റ് വരും. അപ്പോൾ ഇന്നിപ്പോൾ അങ്ങനെ കുഴപ്പമൊന്നുമില്ല, അവൾ കിടന്നുറങ്ങിക്കോളും. രാവിലെ ചില സമയങ്ങളിൽ മാത്രമേ രാവിലെ മോൾ എഴുന്നേറ്റ് വരത്തുള്ളൂ. അത് കാരണം എൻ്റെ പണിയൊക്കെ വേഗം നടക്കും. പിന്നെ ഓണത്തിൻ്റെ തിരക്കാണ് എല്ലായിടത്തും, സ്കൂളും കോളേജുകളും എല്ലായിടത്തും ഇപ്പം ഓണത്തിൻ്റെ തിരക്കായതുകൊണ്ട് നമുക്കും തിരക്കൊക്കെ തന്നെയാണ്. പിന്നെ പിള്ളേർക്ക് ഫ്രൈഡേ ഓണം സെലിബ്രേഷനൊക്കെയാണ്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഭയങ്കര ഹാപ്പിയാണ്. ഓണത്തപ്പൂ ഇടാം, ഡ്രസ്സൊക്കെ ഇട്ടിട്ട് പോകാമല്ലോ. അപ്പോൾ ഇതൊക്കെയല്ലേ പിള്ളേരുടെ സന്തോഷം. സ്കൂൾ പിള്ളേരാകുമ്പോൾ പറയണ്ട, അവരുടെ സന്തോഷവും പുതിയ ഡ്രസ്സും അത്തപ്പൂവും സദ്യയും ഡാൻസും പാട്ടും ഒക്കെയല്ലേ. നമ്മൾ ഇതൊക്കെ കഴിഞ്ഞ് വന്നതുകൊണ്ട് നമുക്ക് നന്നായിട്ടറിയാം. അപ്പോൾ നമ്മുടെ കഷ്ണം ദേ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് പുളി പിഴിഞ്ഞ് ഒഴിക്കണം. നേരത്തെ ഞാൻ ഒന്നിച്ച് പുളി പിഴിഞ്ഞ് വെച്ച് കഴിഞ്ഞാൽ താമസമില്ലായിരുന്നു. ഇതിപ്പോൾ ഞാൻ മറന്നുപോയി. അത് കാരണം ഞാൻ തന്നെ പുളി പിഴിഞ്ഞ് ഒഴിച്ചു. അപ്പോൾ കടുക് വറക്കുന്നതിന് മുമ്പായിട്ട് തിളയ്ക്കുമ്പോഴത്തേന് ഞാൻ പോയി പിള്ളേരുടെ ടിഫിൻ ബോക്സ് എല്ലാം എടുത്തൊന്ന് കഴുകി വെച്ചിട്ടുണ്ട്. പിന്നെ വെള്ളം നേരത്തെ ഞാൻ ഫ്ലാസ്കിൽ ചൂടാക്കി വെക്കും. കാരണം ഗ്യാസിലെല്ലാം കൂടെ രാവിലെ നമുക്ക് ഗ്യാസ് പഴയ പോലെ നേരത്തെ അങ്ങനെ പെട്ടെന്നൊന്നും കിട്ടാത്ത കാരണം എല്ലാം കുറച്ച് ലുത്തിച്ചാണ് നമ്മൾ ചെയ്യാറ്. അങ്ങനെ ഫ്ലാസ്കിൽ കുടിക്കാനുള്ള വെള്ളം രാത്രി തന്നെ ഞാൻ എല്ലാം എടുത്ത് റെഡിയാക്കി വെക്കുക. അതാകുമ്പോൾ രാവിലെ ആർച്ചെടുത്ത് കൊടുത്താൽ മതിയല്ലോ. അങ്ങനെ ഞാൻ ചെയ്യും. പിന്നെ അതിൽ തന്നെയാണ് രാവിലെ കാപ്പി വെക്കുന്നതും. അപ്പോൾ വലിയ ഗ്യാസിന് ചിലവില്ലല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കിയിട്ടൊക്കെയാണ് ഓരോരോ കാര്യങ്ങളും പണികളും ഒക്കെ ചെയ്യുന്നത്. അപ്പോഴത്തേന് പിള്ളേരും റെഡിയായിട്ട് വന്നിട്ടുണ്ട്. അവർ പിന്നെ കുളിപ്പിച്ച് വിട്ട് ഡ്രസ്സിട്ട് കൊടുത്താൽ പിന്നെ ബാക്കിയൊക്കെ ചെയ്യും. പിന്നെ തല കെട്ടി കൊടുത്താൽ മതി, ബാക്കിയൊക്കെ തന്നെ എടുത്ത് വെച്ചോളും. നമ്മുടെ കുക്കർ ഇവിടെ വിസിൽ വന്നു, പുളിയൊക്കെ ഇട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഒന്ന് കടുക് വറുത്ത് കൊടുത്താൽ മതി. അങ്ങനെ കടുക് വറുത്തു. മെഴുക്കുവരട്ടിയോ തോരനോ ഒന്നും വേണ്ടാത്ത കാരണം പിന്നെ പ്രത്യേകിച്ച് ഒന്നും വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതൊന്നും കൂട്ടുകയില്ല. കൂട്ടുന്നത് കിഴങ്ങ് മാത്രം. ഇപ്പം എന്നും കിഴങ്ങ് കൊണ്ടുപോയി കഴിഞ്ഞാൽ ശരിയാകത്തില്ല. അത് കാരണം
ഇടയ്ക്കൊക്കെ മാത്രം വെച്ച് കൊടുക്കും. പിന്നെ മുട്ടയും മീനും അങ്ങനെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റത്തില്ല, അത് കാരണം അതും പറ്റത്തില്ല. പിന്നെ പപ്പടം ഉണ്ടെങ്കിൽ അത് കാച്ചി കൊടുക്കും. അങ്ങനെ സാമ്പാറിന് കടുക് വറുത്ത് നമ്മുടെ ചോറ് ഇവിടെ ഊറ്റിയത് ആറി വന്നിട്ടുണ്ട്, വെള്ളമൊക്കെ പോയി. ഇനി നമുക്ക് ചോറ് നമ്മുടെ ലഞ്ച് ബോക്സിലെടുത്ത് വെക്കണം. നല്ല ക്ഷീണമുണ്ട് രാവിലെ എഴുന്നേറ്റിൻ്റെ, അത് കാരണം ഞാനും ഇടയ്ക്ക് ഇച്ചിരി കാപ്പിയൊക്കെ കുടിക്കുന്നുമുണ്ട്. തണുപ്പ് ഒക്കെയല്ലേ, അപ്പം രാവിലെ കാപ്പി കുടിക്കുന്ന സുഖം അതൊരു പ്രത്യേക സുഖം തന്നെയാണ്. ഇടയ്ക്കൊക്കെ കാപ്പി ഞാൻ ഇച്ചിരി ഏറെ ഇട്ട് വെക്കും, കാരണം എനിക്ക് ഇടയ്ക്കിടയ്ക്ക് കുടിക്കാനാണ്. അങ്ങനെ ഇടയ്ക്ക് കാപ്പി കുടിച്ച് വെച്ച് പിള്ളേർക്ക് കഴിക്കാനായിട്ട് ആ ചോറ് ഞാൻ എടുത്തു. സമയമില്ലാത്ത കാരണം ഞാൻ വാരി കൊടുക്കും, കാരണം 2 പേർക്ക് തന്നെ കൊടുത്ത് അവർ കഴിക്കാത്തതുകൊണ്ട് ഞാൻ തന്നെ പിന്നെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് വാരി കൊടുക്കും. ഇനിയിപ്പോൾ ഇച്ചിരി സമയമുള്ളതുകൊണ്ട് ഞാൻ ഇരുന്ന് കൊടുക്കും, ഇല്ലെങ്കിൽ പിന്നെ ധൃതി വെച്ച് വേഗം കൊടുക്കുന്നതാണ്. അങ്ങനെ സ്കൂളിലെ കാര്യങ്ങൾ ഓരോന്നൊക്കെ പറഞ്ഞ് വേഗം വാരി കൊടുത്തു. അപ്പോഴത്തേന് അവരെ കൊണ്ട് വിട്ടു, ബസ് സമയമായി. അങ്ങനെ അവരെയും കൊണ്ട് വിട്ട് വന്ന് അരമണിക്കൂർ ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേന് ചിന്നുമോൾ എഴുന്നേറ്റു. പിന്നെ അവളെ കുളിപ്പിച്ച് ഞങ്ങൾ വേഗം റെഡിയായി. അപ്പം ഞങ്ങൾക്ക് ഇന്നൊന്ന് പുറത്ത് പോകണമായിരുന്നു. ഈ മാസം എന്ന് പറയുന്നത് ഞങ്ങൾ ഫുൾ തിരക്കുള്ള ഒരു സമയം. വേറൊരു കല്യാണം വരുന്നുണ്ട്, കുഞ്ഞമ്മയുടെ മോളുടെ അനിയത്തിയുടെ കല്യാണമാണ്. അപ്പം അതിനൊക്കെ ഡ്രസ്സ് എടുക്കാൻ പോകണം. കുറച്ച് പർച്ചേസിങ് ഒക്കെ കഴിഞ്ഞു. ഇനി എനിക്കും ചിന്നുമോൾക്കും ഡ്രസ്സ് എടുക്കണം. അപ്പം അതിനായിട്ട് ഞങ്ങൾ രാവിലെ കുളിച്ച് റെഡിയായി, അവൾക്കും കഴിക്കാനും കൊടുത്തു. ഞാനെന്താ കഴിച്ചു. അപ്പം ഞങ്ങൾ റെഡിയായി. അപ്പോൾ ഓട്ടോ വിളിച്ചിട്ടുണ്ട്, ഒരു 10-11 ആകുമ്പോഴത്തേന് വരാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ആ ഗ്യാപ്പിൽ പണിയെല്ലാം ഒതുക്കി എന്ന് വെച്ച് പോകാൻ ഇറങ്ങിയപ്പോഴത്തേന് നല്ല മഴ. രാവിലത്തെ ക്ലൈമറ്റ് കണ്ടപ്പോൾ ഞാൻ ഓർത്തു ഇന്ന് മഴയൊന്നും ഇല്ലായിരിക്കും, നല്ല വെയിലായിരുന്നു. പോകാൻ ഇറങ്ങിയപ്പോൾ നല്ല പെരുമഴ. എന്നാൽ പിന്നെ കുറച്ച് മഴ തോർന്നിട്ട് പോകാമെന്ന് വിചാരിച്ചു. പക്ഷെ തോരുന്ന മട്ട് കണ്ടതിൽ ഞങ്ങൾ പിന്നെ അങ്ങ് ഇറങ്ങി. ഓട്ടോ വന്ന് ഞങ്ങൾ നേരെ, നമുക്ക് കറുകച്ചാലാണ് നമ്മുടെ സ്ഥലം, അവിടെയാണ് സ്ഥിരം നമ്മൾ പോകുന്ന ഷോപ്പുണ്ട്, അവിടെയാണ് പോയി സാരി സെലക്ട് ചെയ്തത്. ഓണത്തിൻ്റെ തിരക്കൊക്കെ ഒരുപാടുള്ള കാരണം ആൾക്കാരും ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ സാരിയൊക്കെ നോക്കി, എല്ലാം നല്ല സാരിയൊക്കെയാണ്. ഓരോന്നും ഇങ്ങനെ എടുത്ത് നോക്കുന്നുണ്ടായിരുന്നു, എല്ലാം നല്ല റേറ്റുള്ള സാരിയൊക്കെയാണ്. അങ്ങനെ ഫൈനലി ഒരു സാരി ഞങ്ങൾ സെലക്ട് ചെയ്തു. പിന്നെ